ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാം കുറേ നാളുകൊണ്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് മൈ ഹോം ടൂർ. അപ്പോൾ ഹോം ടൂർ ചെയ്യാൻ പോകുന്ന ഞാൻ വീട്ടിൻ്റെ മേളിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം താഴെ മോനൂട്ടനും പൊന്നൂസൊക്കെ കാർട്ടൂൺ വെച്ച് ബഹളമാണ്. അപ്പോൾ നമുക്ക് ഇൻട്രോ ഒന്ന് പറയണമല്ലോ, ഒരു സമാധാനമായിട്ട് പറയണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വീടിൻ്റെ മേളിലേക്ക് കയറി വന്നതാണ്. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാം. അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും ഈ വീട്ടിനകത്തില്ല. എന്നെ കാണാനൊരു ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് 0 ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ വീടെന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല, വാപ്പാടെ ഞാൻ ഒരിക്കൽ നമ്മുടെ പെരുന്നാളിന് ബിരിയാണി എടുക്കാൻ പോയില്ലേ, അപ്പോൾ കുടുംബ വീടിൻ്റെ അടുത്തായിട്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സൗദിയിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് നിർത്തി വന്ന സമയത്ത് നമുക്ക് കുറച്ച് കടവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ വീട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ വാങ്ങിച്ച വീടാണിത്. അപ്പോൾ ഇത് വാങ്ങാൻ നേരം ഇതിനകത്ത് ഒരുപാട് പണികളും കാര്യങ്ങളും ഒരു റൂമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കല്യാണത്തിനോട് അടുപ്പിച്ചാണ് നമ്മൾ ബാക്കി ഹാളും സിറ്റൗട്ടും ഒരു റൂമൊക്കെ ഇറക്കി കുറച്ച് പണികളൊക്കെ കഴിച്ചത്. അപ്പോൾ ഇനിയും ഈ വീടിനകത്ത് ഒരുപാട് പണികളുണ്ട്. അപ്പോൾ കാണുമ്പോൾ അത്ര വലിയ ഭംഗിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ എന്താണ് അതുപോലെ തന്നെ കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ ഒരു വ്യക്തിയുടെ റേഞ്ച് അല്ലെങ്കിൽ വില, അവനൊരു വിലയില്ല അല്ലെങ്കിൽ അവൾക്കൊരു വിലയില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഒരിക്കലും അതവരുടെ വീടിൻ്റെ വലിപ്പം വെച്ചിട്ടോ അവരുടെ കയ്യിലെ സ്വത്ത് അല്ലെങ്കിൽ കാശിൻ്റെ അളവ് വെച്ചിട്ടോ അല്ല തീരുമാനിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു വ്യക്തിയുടെ വില അല്ലെങ്കിൽ റേഞ്ച് തീരുമാനിക്കുന്നത് അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, അവരുടെ വ്യക്തിത്വം, ഇതൊക്കെയാണ് അവരുടെ റേഞ്ച് തീരുമാനിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ താഴെ പോയിട്ട് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാം. ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മെയിൻ റോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാമോ ആ കട? അപ്പോൾ ആ കടയും വീടോട് ചേർന്നതാണ്. കടയാണോ എന്ന് ചോദിച്ചാൽ കടയാണ്, വീടാണോ എന്ന് ചോദിച്ചാൽ വീടുമാണ്. അപ്പോൾ രണ്ടും കൂടി ചേർന്നതാണ്. അപ്പോൾ ഞാൻ ഇനി ബാക്ക് ക്യാമറ ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ എടുത്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് നിന്നെയാണ്. കാരണം ആ സമയത്ത് എല്ലാം പോലീസുകാർ വന്ന് എന്നെ പൊക്കിക്കൊണ്ടേ കഴിഞ്ഞില്ലേ എൻ്റെ കാര്യം. അപ്പം നമുക്ക് തുടങ്ങാമേ. ഓക്കെ, അപ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ കടയുടെ അടുത്ത് കൂട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ കടയുടെ അപ്പുറത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ആ വീട്ടിൻ്റെ അവിടെ ഇരിക്കുന്ന വിറവുകൾ കണ്ടോ? ഈ വിറവൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന വിറവുകളായിരുന്നു. അപ്പോൾ വിറവൊക്കെ നനയുന്ന കാരണം അവിടെ പുതിയൊരു കട പോലെ ഒരു ഷെഡ് പോലെ പണിയാന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തായും സാലതൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ കയറുന്നതാണ് കട. അപ്പോൾ വിഷ്ണു ഹായ് പറഞ്ഞോളൂ. ഹായ് ഫ്രണ്ട്സ്, വെരി. അപ്പം ഇവിടെയാണ് നമ്മൾ കട പണി. അപ്പോൾ പൊന്നൂസും മോനൂട്ടനും കരുതി വെച്ചിരിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ പണിയാണെന്നാ. അപ്പോൾ സാലത് നിൽക്കുന്നുണ്ട്, അവനെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. വാ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കുട്ടി സൂപ്പർ മാർക്കറ്റ് ആദം സ്റ്റോർ എന്ന് തന്നെ നമ്മുടെ മോനൂട്ടൻ്റെ പേരാണ് കേട്ടോ, ആദം. അപ്പോൾ ഈ കടയിൽ നമ്മൾ കൊല പഴിപ്പിക്കാനും അങ്ങനെയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ മറ്റേ കടലാണ് നമ്മൾ മെയിനായിട്ട് സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, പിന്നെ തട്ടിനകത്ത് കുറച്ച് സാധനങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ നിൽക്കുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളി ലത്തീഫ്. ഇപ്പോൾ ഒരു വണ്ടി വന്നു, ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഏത്തയ്ക്ക ചോദിച്ചു 2 കിലോ. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഏത്തക്കയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ വീഡിയോ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അപ്പോഴാണ് ഏത്തക്ക ചോദിച്ച ആൾ വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ അടുക്കള ഭാഗത്തിൻ്റെ അവിടെ ആയിട്ടാണ് ഇത്രയും വിറവുകളൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ അതിലേക്ക് കയറുന്നില്ല. അപ്പോൾ ഈ പഞ്ചായത്ത് റോഡിൽ കൂടി നേരെ ഇങ്ങോട്ട് കയറുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. നമ്മുടെ ആ കട പണിയുന്ന സ്ഥലത്താണ് ഈ വിറവുകളൊക്കെ ഇറക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടെ കട പണിയുന്നതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് വിറവൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ ടാർപ്പ ഇട്ടിട്ടേക്കുവാണ് മഴ നനയാതിരിക്കാൻ.
നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. കുറച്ച് പൊക്കത്തിലാണ് ഇരിക്കുന്ന വീട്. മണ്ണൊക്കെ ഇട്ട് ഇനിയും കുറച്ച് പൊക്കം ആക്കാനുണ്ട്. അപ്പോൾ ദാ എൻ്റെ സ്കൂട്ടിയും നമ്മുടെ കാറും കിടക്കാണ്. സൈഡിൽ നിന്ന് ഇതാ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഈ ചെടിയൊക്കെ പൂക്കുന്നതാണ്, പക്ഷേ വൈകുന്നേരമാണ് ഇതിനകത്ത് പൂ വിരിയുന്നത്. അപ്പോഴാണ് കാണാൻ ഭംഗി. അപ്പോൾ ഇതാ ഇതിലേ കൂടി നമുക്ക് കടയിൽ പോകാം. പക്ഷേ അവിടെയും നമ്മൾ ബാലൻസ് വന്ന വിറവുകൾ എടുത്ത് വെച്ചേക്കാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഒരുപാട് പണികളുണ്ട് ഇനി സിറ്റ് ഔട്ടിൽ. തുണികളൊക്കെ അത്താടെ തുണികളാണ്. നമ്മുടെ കടയിലത്തേക്ക് കൊലയൊക്കെ വെട്ടാൻ വയലിൽ പോയിട്ട് വരുമ്പോൾ ചെറിയ കറയൊക്കെ ആകുമ്പോഴത്തേക്കും അതിവിടെയാണ് കഴുകിയിടുന്നത്. പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഇപ്പോഴത്തെ കോലം. പൊന്നൂസും മൂന്നൂട്ടനും ചാലതൊക്കെ വരച്ച് അലമ്പാക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ അവരോട് എത്ര വരയ്ക്കരുതെന്ന് പറഞ്ഞാലും അവർ വരയ്ക്കും. പിന്നെ അമ്മ ഇവിടെ പെയിൻ്റ് അടിക്കണം, വെള്ളം അടിക്കണം എന്നൊക്കെ എന്നെ കിടന്ന് ബഹളം വയ്ക്കും. അപ്പോൾ ഇവിടെ ഇതേ ഒരു ചിത്രശലഭം ബട്ടർഫ്ലൈ വരച്ച് വെച്ചാണ്. പൊന്നൂസ് മോട്ടൻ അത് കരി തേച്ച് ആകെ കുളമാക്കി കളഞ്ഞു. അപ്പോൾ സിറ്റ് ഔട്ടിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്തില്ല. പണിയുണ്ട്. ഇതാ നമ്മുടെ പൊന്നൂസ് വരച്ചൊരു പടമാണ്. കൊള്ളാം അല്ലേ? പൊന്നൂസിൻ്റെ മോട്ടൻ്റെ സൈക്കിൾ ഇവിടെ ഇരിക്കുകയാണ്. പൊന്നൂസ് മോട്ടൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. അപ്പോൾ ഇവിടുന്ന് ഇതാ അകത്തോട്ട് കയറുന്നതാണ് നമ്മുടെ ഹാള്. ഇവിടെ നമ്മളൊരു ടി വി സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും പഴയ ഒരു ടി വി ഉണ്ടായിരുന്നു. പക്ഷേ പൊന്നൂസും മോണ്ടനോടെ സ്റ്റാൻഡിൽ കയറി നമ്മൾ അത് ഫ്രണ്ടിലേക്ക് വീണ് പൊട്ടിപ്പോയി. അതിപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ അവിടെ വെറുതെ എടുത്തിച്ചേക്കാണ് ആക്രിക്കാർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പൊന്നൂസും മോണ്ടൻ്റെ പാവക്കുട്ടികൾ പറക്കി വെക്കുന്നത് തന്നെയാണ് എൻ്റെ മെയിൻ ജോലി. പിന്നെ അതിൻ്റെ മേളിൽ എൻ്റെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നിലവിളക്ക് ഉണ്ടോ, അത് നമ്മുടെ പൊന്നൂസിൻ്റെ സ്കൂളിലെ ഓണപ്പരിപാടിക്ക് നമ്മൾ അത്തപ്പൂടൽ മത്സരം അതിപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ അവിടെ ഒരു കൊച്ചു ടേബിൾ വെച്ചിട്ടുണ്ട് ഡിഷിൻ്റെ കാര്യമൊക്കെ വയ്ക്കാൻ. ഇത് നമ്മുടെ ടി വി, വാഷിംഗ് മെഷീൻ. പിന്നെ അതേ മോനൂട്ടൻ്റെ ജീപ്പ്. മോനൂട്ടൻ്റെ ജീപ്പ് എന്ന് പറഞ്ഞാൽ അതിവിടെ എന്നും അംഗമാണ്. പൊന്നൂസിനെ കയറ്റില്ല. പിന്നെ അവിടെ ഒരു കൊച്ചു പൊന്നൂസിൻ്റെ തൊട്ടിയാണ് വെച്ചേക്കുന്നത്. അതിൽ അവർ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ പൊട്ടുന്നതൊക്കെ എടുത്ത് വെച്ചേക്കാണ്. പിന്നെ സ്റ്റെയറാണ് മേപ്പോട്ട്. അപ്പോൾ ഒരുപാട് പണിയുണ്ട് ഈ വീട്ടിൽ. പിന്നെ ഒരു കൊച്ചു തയ്യൽ മെഷീനുണ്ട്. മോട്ടനെ നിബിളും ബോട്ടിലുമാണ്. പക്ഷേ അവരിപ്പോൾ അത് പാവക്കുട്ടിക്ക് പാൽ കൊടുക്കാനാണെന്ന് പറഞ്ഞ് എടുത്തിവിടെ വെച്ചതാണ്. ഗോട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ പൊന്നൂസിൻ്റെ സ്റ്റഡി ടേബിൾ നമ്മളത് വീഡിയോ ചെയ്തതാണല്ലോ. കൂടെ തന്നെ മോനൂട്ടൻ്റെ കുഞ്ഞിക്കസേര ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പം നമ്മൾ ഷോക്കേസ് ഒന്നും പണിഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഖുറാനും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഹാളിൽ നിന്ന് നേരെ പോകുന്നത് എൻ്റെ റൂമിലോട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഞാനും പൊന്നൂസും മോണ്ടനും കിടക്കുന്നത്. അപ്പോൾ പൊന്നൂസിൻ്റെ പാവക്കുട്ടിയുടെ ഉടുപ്പ് അവളിപ്പോൾ കൊണ്ടിട്ടതാണ് അവിടെ. അപ്പോൾ പിന്നെ അവിടെ ഒരു അലമാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ കാണുന്ന വലിയ പാവക്കുട്ടി സാധാരണ ഞങ്ങളൊക്കെ ഊട്ടിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ അലമാരയുടെ താഴെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പാവക്കുട്ടി കിടപ്പുണ്ട്. അതൊക്കെ അണ്ണം കൊണ്ടുവന്നെയാണ്. പിന്നെ നമ്മൾ ഡ്രസ്സിങ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ കൂളറ്, പിന്നെ വേറൊരു അലമാരി. ഇത് എൻ്റെ കൊച്ചിലെ തൊട്ടുള്ള നമ്മൾ 10ലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടുള്ള എൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന അലമാരിയാണ്. അതിൻ്റെ ഗ്ലാസ് മൂന്നോട്ട് ബാറ്റ് കൊണ്ട് അടിച്ച് പൊട്ടിച്ചതാണ്. പിന്നെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ മേളിൽ പൗഡർ, സ്പ്രേ, ബോഡി ലോഷൻ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മുറിവ് പറ്റിയാനുള്ള പൗഡർ, അങ്ങനെ സാനിറ്റൈസർ, അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചേക്കുവാണ്. പിന്നെ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റാൻഡ്, അതിനകത്ത് പൊന്നൂസിൻ്റെ ഒരുപാട് ബോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മോനൂട്ടൻ്റെ ബെൽറ്റ് അതൊക്കെ ഒരു സൈഡിൽ തൂക്കിയിട്ടേക്കാണ്. പിന്നെ പൊന്നൂസിന് കുറേ മുത്തുമാലകളുണ്ട്. എനിക്ക് പിന്നെ അവൾക്ക് മാല, വള അങ്ങനെയൊക്കെ വാങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പെൺകുഞ്ഞായതുകൊണ്ട് ഒരുക്കി കൊണ്ടുനടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് മോനൂട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇടാൻ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ മാസ്കുകൾ കണ്ടോ, മാസ്കുകൾ കൂടുതലും മാസ്കാണ് ഇവിടെ. പൊന്നൂസിനെ മോണ്ടൻ്റെ മാസ്കാണ് കൂടുതലും. പിന്നെ ഈ ബാഗിൽ പൊന്നൂസിനെ മോണ്ടനെയും കുഞ്ഞുനാൾ തൊട്ടുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാണ്. അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഒരു ദിവസം അതൊക്കെ കാണിച്ച് വീഡിയോ എടുക്കാം. പിന്നെ നമ്മുടെ റൂമിൽ നിന്നുള്ള ബാത്റൂമാണ്. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഈ റൂമിനകത്ത്. അപ്പം നമ്മൾ ഹാളിൽ വന്നപ്പോൾ 2 കുട്ടികൾ ഇവിടെ ഇരുന്ന് മുട്ടായി തിന്നു. ആരാ, ഏതാ, എവിടെ നിന്ന് വന്നെയാ, എങ്ങനെയാ? കടയിൽ നിന്ന് വന്നെയാണോ? നിങ്ങളുടെ പേരെന്താ? ഓക്കെ. എവിടെ ഉള്ള വീട്? എവിടാ മോൻ്റെ വീട്? കൊല്ലത്താണോ? ആണോ? നിന്റെ ഡാഡിയും മമ്മിയും കൊല്ലത്താണോ? എന്നിട്ട് എന്താ പോവാത്തേ? നാളെ പോവോ? നാളെ നീ മര്യാദയ്ക്ക് പൊക്കോണം കേട്ടാ. അമ്മയുടെ പേരെന്തുവാ? അമ്മായോ? അമ്മയുടെ പേര് അമ്മായോ? അപ്പോൾ ഇത് നമ്മുടെ ഹാളിൽ നിന്നുള്ള ബാത്റൂമാണ്. അത് അടുക്കള, അത് എൻ്റെ റൂം. അപ്പുറത്താണ് സാലതിൻ്റെ റൂം. ഇപ്പോൾ കുട്ടി അടുക്കളയാണ്. ഇപ്പോൾ ഫ്രിഡ്ജാണ്, പഴയ ഫ്രിഡ്ജാണ്, പെയിൻ്റൊക്കെ പോയതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്യാസ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പെയിൻ്റൊക്കെ പോയതാണ് അടുക്കളയിൽ. അപ്പോൾ നമ്മുടെ തട്ടും കാര്യങ്ങളും പാത്രങ്ങളും ഒക്കെ വെച്ചേക്കുന്ന ഇവിടെയാണ്. അപ്പോൾ പെയിൻ്റൊക്കെ പോയതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അത്താടെ റൂമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ തേക്കുകയും കാര്യമൊക്കെ ചെയ്യുന്ന തട്ടാണിത്. അപ്പോൾ സാലത് പൊന്നൂസിനെ മോട്ടൻ്റെ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കാണ്. അപ്പോൾ
റൂമിൽ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ താഴത്തെ ആ തട്ടിൽ കാണുന്ന ഡ്രസ്സൊക്കെ എൻ്റെയാണ്, വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ ഇതാ ഈ തട്ടിലിരിക്കുന്ന ഹെൽമെറ്റ് ഒന്ന് എൻ്റെയും പൊന്നൂസിൻ്റെയും മോനൂട്ടൻ്റെയാണ്. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളുള്ള വീട്ടിലുള്ള പോലെ മെഡിസിനും കാര്യങ്ങളൊക്കെയാണ്. കുറേ മെഡിസിൻ താഴെ ഇരിപ്പുണ്ട്. പിന്നെ സാധനത്തിൻ്റെ സ്പ്രേയും ഫേസ് വാഷും ബോഡി ലോഷനും ഒക്കെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതേ നിലത്തായിട്ട് പൊന്നൂസിൻ്റെയും മോനൂട്ടൻ്റെയും മക്കളാണ് കിടക്കുന്നത്. പിന്നെ ഇവൻ എപ്പോഴും ഈ കർട്ടൻ ഇങ്ങനെ പിടിച്ചിടുന്നതുകൊണ്ട് ഈ റൂമിൽ പൊതുവേ വല്ലാത്ത ഇരുട്ടാണ്. അപ്പോൾ സാലിത് കിടക്കുന്ന കട്ടിലാണ്. അപ്പോൾ അവൻ്റെ ഫോണ് 3 ഹെഡ്സെറ്റുമാണ് കിടക്കുന്നത്. വല്ലപ്പോഴും ഒരു ഹെഡ്സെറ്റ് ചോദിച്ചാൽ ആ ചെറുക്കൻ തരത്തില്ല. അമ്മയുടെ പേര് പറ. അമ്മായോ? അമ്മയുടെ പേര് പറ. അമ്മ അല്ല, അമ്മ അല്ല. മോട്ടൻ്റെ വീട് എവിടാ? അങ്ങ് ദൂരെ. ഇക്കുറുവിൻ്റെ വീടിനപ്പുറത്താണോ? ആണോ? എന്നിട്ട് എന്താ പോവാത്തേ? നാളെ പോക്കോ? നാളെ പോണം കേട്ടോ, നാളെ പോണം. ഒക്കെ ആയിരുന്നു. അപ്പോൾ പൊന്നൂസ് പല്ലുവേനയൊക്കെ ആയിട്ട് ഇനി ഇവിടെ മുകളിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പൊന്നൂസിൻ്റെ ഹായ് പറയടി പൊന്നെ. ഓക്കെ. കേസിൽ നിന്ന് നമ്മുടെ ഹാളിൻ്റെ ഫുൾ വ്യൂ ഇതാ കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുട്ടി സ്വർഗം. സന്തോഷം, സമാധാനം. സമയമുണ്ട്. അമ്മ ഫുഡൊക്കെ എടുത്ത് വെച്ചേക്കണ പൊന്നൂസ് മോനൂടനും കാർട്ടൂൺ ഓണാക്കി വെച്ചിട്ട് പോയേക്കുവാണ്. അടിക്കും ഞാൻ. പിന്നെ നമുക്ക് ചക്കയുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ. ഒരു 5 മിനിറ്റ് ഓടിച്ച് കാണിക്കാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താണ്, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു വ്യക്തിയുടെ റേഞ്ച് തീരുമാനിക്കുന്നത് അവരുടെ വീടിൻ്റെ വലിപ്പമോ അവരുടെ കയ്യിലെ കാശോ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളും അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ് വിജയം കണ്ടെത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളും എവിടെയെങ്കിലും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തളർത്താനും പുറകോട്ട് വലിക്കാനും ഒരുപാട് ആൾക്കാരും കാണും. അപ്പോൾ ഞാനും എൻ്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.